കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു മാസം തികച്ചായിട്ടില്ല. അതിന് മുമ്പ് ചോദ്യം തുടങ്ങി, വിശേഷമൊന്നും ആയിട്ടില്ലേ. പ്രേമിച്ച് കല്യാണം കഴിച്ചല്ലേ, സ്നേഹിച്ച് കല്യാണം കഴിച്ചല്ലേ, ഒരു 2 വർഷമെല്ലാം കഴിഞ്ഞതിന് ശേഷം മതി കുട്ടികൾ, നമ്മളൊന്ന് എൻജോയ് ചെയ്തതിന് ശേഷം മതി കുട്ടികൾ എന്ന് നമ്മൾ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും കൂടി തീരുമാനം. പക്ഷേ ഈ ചോദ്യം കൊണ്ട് നിവർത്തി കേട്ട് നമ്മൾ തീരുമാനിച്ച് എന്നാൽ ഓക്കെ കുട്ടി ആയിക്കോട്ടെ. 1 വർഷമെല്ലാം കഴിഞ്ഞ സമയത്ത് നമ്മൾ വിചാരിച്ചാൽ കുട്ടി ആയിക്കോട്ടെ. ഷിപ്പിനും ഗൾഫിലേനും, അപ്പോൾ ആയിക്കോട്ടെ. അപ്പോൾ നോക്കുമ്പോൾ ആവാത്ത സമയത്ത് തുടങ്ങി പിന്നെ അടുത്തത്, എന്തുകൊണ്ടാ കുട്ടി ആവാത്തത്, അവിടെ കാണിക്കൂ, ഇവിടെ കാണിക്കൂ, മറ്റടുത്ത് കാണിക്കൂ, മറിച്ചടുത്ത് കാണിക്കൂ, അങ്ങനെ പല സ്ഥലത്തും കാണിക്കാൻ വേണ്ടി പലരും പറയുന്നുണ്ട്. ശരി, നമ്മളും ആ സമയത്ത് നമുക്ക് മെൻ്റലി ഒട്ടും ഓക്കെ ആയിരിക്കൂല. എല്ലാവരും പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നും. എല്ലായിടത്തും മാറി മാറി കാണിച്ച് ആവുന്നില്ല. പിന്നത്തെ ക്വസ്റ്റ്യൻ എന്താ, ആരിക്കാ കുഴപ്പം? ഭാര്യയ്ക്കാ കുഴപ്പം? ഭർത്താവിനാ കുഴപ്പം? എന്താ പ്രശ്നം? എന്താ ഇതൻ? അങ്ങനെ എങ്ങനെയല്ലോ ഒരു കുട്ടി ഉണ്ടായി. കുറേ ട്രീറ്റ്മെൻറ്റിൻ്റെ അവസാനത്തോട് 4-ാമത്തെ വർഷം കഴിഞ്ഞ് 5-ാമത്തെ വർഷം ആകുമ്പോഴത്തേക്ക് മോൻ ജനിച്ച് ഓക്കെ, നല്ല രീതിയിൽ നമ്മൾ നല്ല ഹാപ്പിയായി സന്തോഷത്തോടെ ജീവിച്ച് പോവാം. അപ്പോഴത്തേക്കും ആദ്യം എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാം ഭാഗമായിട്ട് 2ാമത് ഒരാളും കൂടി വന്നു. പെട്ടെന്ന് സർപ്രൈസ് ആയിരുന്നു, ഒട്ടും വിചാരിക്കേണ്ട 2ാമത്തെ ആൾ വരുന്നത്. അപ്പോഴത്തേക്ക് തുടങ്ങിയല്ലോ ക്വസ്റ്റ്യൻ. ഒരാളായിട്ട് ഇത്രയും ഗ്യാപ്പ് പോലെ ഇല്ലാണ്ട് ഇത്ര പെട്ടെന്ന് എന്നെല്ലാം പറഞ്ഞിട്ട് അടുത്ത നാട്ടുകാരെ ചോദ്യം വന്നു. നാട്ടുകാരും ചില ബന്ധുക്കളും അങ്ങനെയുള്ള ആളുകൾ. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആവാതിരുന്നൊരു സമയമുണ്ടല്ലോ, മക്കൾ ആവാതിരുന്ന് നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചില ആളുകൾ പറഞ്ഞ ഒരു കോമഡി ഞാൻ പറഞ്ഞുതരാം. ഇതിലൊരാൾ പറഞ്ഞ് കേട്ട അറിവേ ഉള്ളൂ. ഒരാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവള് കശുവണ്ടി ഉണ്ടല്ലോ, നമ്മളെ കാഷ്യൂനട്ട് തിന്ന് പിന്നെ തടിച്ച് കൊഴുത്തത് കൊണ്ടാണ് കുട്ടി ആവാത്തത് എന്നാണ് ചിലർ പറഞ്ഞത്. ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ആട്ടെ പറഞ്ഞത്. ഇതെല്ലാം കേട്ട് ആ സമയത്ത് നമുക്ക് ഓൾറെഡി മെൻ്റലി നമ്മൾ തളർന്നിരിക്കുന്ന സമയം. അതും കൂടി പോരാണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി കേട്ട് കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? ഇതിനിടയ്ക്ക് മോള് വന്ന് സർപ്രൈസ് ആയിട്ട് മോളുണ്ടായി കഴിഞ്ഞാൽ പിന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇത്ര പെട്ടെന്നാ? ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഓക്കെ, അടുത്ത പ്രശ്നം കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഡെലിവറി നിർത്തുന്നില്ല?